കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ. വചനത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ആശംസിക്കുന്നു. ധനഹപെരുന്നാളിന് ശേഷം വരുന്നതായ രണ്ടാമത്തെ ഞായറാഴ്ചയായിരുന്ന ഇന്നലെ വായിച്ചു കേട്ടതായ വേദഭാഗം എന്ന് പറയുന്നത് ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിന് 43 മുതൽ 81 വരെയുള്ള തിരുവചന ഭാഗമാണ്. യോഹന്നാൻ്റെ സുവിശേഷം നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് രഹസ്യങ്ങളുടെ ഒരു വലിയ കലവറയാണ്. ആദ്യത്തെ 18 വാക്യങ്ങൾ എന്ന് പറയുമ്പോൾ വചനം ജഡമെടുത്തതിനെക്കുറിച്ചുള്ള ദാർശനികമായ ആമുഖമാണ് എങ്കിൽ 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ യോഹന്നാൻ്റെ സാക്ഷ്യവും 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിനെ വിവിധ പദങ്ങളും പേരുകളും ഉപയോഗിച്ച് വിവരിക്കുന്നതും 35 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ ഫിലിപ്പോസ് കർത്താവിൻ്റെ പുറകെ ചെല്ലുന്ന ആ സാഹചര്യവും എല്ലാം വിവരിക്കുകയാണ്. അതിനുശേഷമാണ് നഥാനിയേലിൻ്റെ രംഗപ്രവേശനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ നഥാനിയേൽ ആരാണ് എന്ന് വ്യക്തമായി അറിവില്ല. കാരണം മറ്റ് സുവിശേഷങ്ങളിൽ ബർത്തലോമായി എന്നറിയപ്പെടുന്ന ശിഷ്യനാണ് നഥാനിയേൽ എന്നാണ് ചില പണ്ഡിതന്മാരുടെ ഭാഷ്യം. അതിന് പ്രധാനപ്പെട്ട കാരണവും മറ്റൊന്നുമല്ല. ബർത്തലോമായി എന്ന് പറയുന്നത് സർനെയിം, തെലോമായുടെ മകൻ നഥാനിയേൽ ബർത്തലോമായി എന്നായിരുന്നു മുഴുവൻ നാമം എന്നൊക്കെയാണ് പണ്ഡിതന്മാർ പറയുന്നത്. എന്തു തന്നെ ആയിരുന്നാലും അവൻ കർത്താവിനെ കാണുവാൻ വരുമ്പോൾ എന്താണ് പറയുന്നത്? യേശുക്രിസ്തു പറയുകയാണ്, ദൈവം സാക്ഷിക്കുന്ന യേശുക്രിസ്തു സാക്ഷ്യം നൽകുന്നത് ഇപ്രകാരമാണ് നഥാനിയേലിനെ കണ്ടുകൊണ്ട്, ഇതാ കപടമില്ലാത്ത ഒരു ഇസ്രായേൽക്കാരൻ, കളങ്കമില്ലാത്ത ഇസ്രായേൽക്കാരൻ എന്ന് നഥാനിയേലിനെ നമ്മുടെ കർത്താവ് കാണുമ്പോൾ പറയുകയാണ്. ഇന്നത്തേതായ ചിന്ത എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, എന്നെയും നിങ്ങളെയും കാണുമ്പോൾ കർത്താവ് എങ്ങനെയാണ് പറയുക? ഈ വാക്യത്തിൻ്റെ പ്രാധാന്യം എന്താണ് അറിയണമെങ്കിൽ സങ്കീർത്തനത്തിലും പഴയ നിയമത്തിലുമൊക്കെയുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത്രയധികം പ്രാധാന്യമുള്ള ഒരു വാക്യമാണ് കർത്താവ് പറയുന്നത്. യഹോവ അകൃത്യം കണക്കാതെ ഇരിക്കുന്നവൻ ഭാഗ്യവാൻ, ആത്മാവിൽ കപടമില്ലാത്തവൻ ഭാഗ്യവാൻ എന്നെല്ലാം സങ്കീർത്തനം 32-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുമ്പോൾ യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ സഹനദാസനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അവൻ്റെ വായിൽ വഞ്ചനയൊന്നുമില്ലായിരുന്നു. കർത്താവ് പറയുന്ന ഈ വാക്യങ്ങൾ ഒരു ഭംഗി വാക്കല്ല. പഴയ നിയമത്തിൽ ദൈവത്തിന് പ്രിയപ്പെട്ട മനുഷ്യരെ നിർവചിക്കുവാൻ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളായിരുന്നു ഇതെല്ലാം. നാം സ്വയം ചോദിക്കേണ്ടത്, എന്നെയും നിങ്ങളെയും കർത്താവ് കാണുമ്പോൾ ഇതാ സാക്ഷാൽ കപടമില്ലാത്ത ഇസ്രായേലിൻ എന്ന് കേൾക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഭാഗ്യമുണ്ടാകുമോ എന്നുള്ളതാണ്. ദാനിയേൽ ചോദിക്കുകയാണ്, നീ എങ്ങനെയാണ് എന്നെ അറിയുന്നത്? അപ്പോൾ യേശുക്രിസ്തു പറയുകയാണ്, നീ തീർത്ഥവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ, അതായത് അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശുക്രിസ്തു മറുപടിയായിട്ട് പറയുകയാണ്. അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. രചനാ സങ്കേതമാണ്. ന്യായശാസ്ത്രമാർ ന്യായപ്രമാണം പഠിക്കുന്നതും പഠിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നതും അത്തിമരത്തിൻ്റെ നിഴലിലാണ്. ഇസ്രായേലിൻ്റെ നല്ല കാലത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിലൊക്കെ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ മനുഷ്യൻ സ്വസ്ഥമായി ഇരിക്കുന്നതിനെക്കുറിച്ചാണ് പഴയ നിയമത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ ശലോമോൻ്റെ കാലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ഓരോ മനുഷ്യനും അവനവൻ്റെ മുന്തിരികളുടെ ചുവട്ടിലും അവരുടെ അത്തിമരത്തിൻ്റെ ചുവട്ടിലും ശാന്തിയും സമാധാനവും അനുഭവിക്കുന്ന ഇടമായിട്ട് പറയുന്നുണ്ട്. മിഖാ പ്രവചനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇത് തന്നെയാണ് നാം കാണുന്നതും. ഓരോരുത്തരും അവനവൻ്റെ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ശാന്തിയും സമാധാനവും അനുഭവിക്കും. ഇവിടെ കർത്താവ് നഥാനിയേലിനോട് പറയുകയാണ്, നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരുന്നു ശാന്തമായ സമാധാനത്തോടുകൂടി ദൈവത്തിൻ്റെ ന്യായപ്രമാണം പഠിക്കുകയും ദൈവത്തെ ഓർത്ത് ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ദൈവമായ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. അത് നഥാനിയേലിന് വളരെ അത്ഭുതകരമായിരിക്കുന്നു. ആ അത്ഭുതത്തിനുള്ള മറുപടി പറയുന്നിടത്താണ് ഇന്നത്തെ വേദഭാഗം അവസാനിക്കുന്നത്. നമ്മുടെ മൗലികമായ എല്ലാ സംശയങ്ങളെയും മാറ്റി നിർത്തിയിട്ട് വന്ന് കാൺമിൻ എന്ന വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവിനെ കാണുവാൻ നാം പോകുമോ? വാദപ്രതിവാദങ്ങളോട് അടിയറവ് പറഞ്ഞ് ആരും കർത്താവിനെ സ്വീകരിച്ചിട്ടില്ല. യേശു ക്രിസ്തുവിനെ കാണുമ്പോഴാണ് അവനെ സ്നേഹിക്കുവാനും വിശ്വസിക്കുവാനും എല്ലാം കഴിയുന്നത്. നമ്മുടെ സുവിശേഷീകരണം നമ്മുടെ ജീവിതം തന്നെ നിശബ്ദമായ ഒരു സന്ദേശമാക്കി മാറ്റുന്നതായിരിക്കണം. നമ്മുടെ ജീവിതം കൊണ്ട് വന്ന് കാണുമെന്ന് നാം മറ്റുള്ളവരോട് പറയണം. ലോകത്തിന് മുഴുവനും നമ്മോടൊപ്പം വരുവാനായിട്ട് സാധിക്കണം. നാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ കർത്താവ് നമ്മോട് സംസാരിക്കുകയും, നീ അത്തിമരത്തിൻ്റെ കീഴിലിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു, നീ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ കാണുമെന്ന് നമുക്ക് പറഞ്ഞു തരികയും ചെയ്യണം. ആ സൗഭാഗ്യത്തിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ, വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശംസിച്ചുകൊണ്ട് ഏവർക്കും ശുഭകരമായ ഒരു ആഴ്ച കൂടി നേരുന്നു. ദൈവം